ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയ്ക്കും തിരുകുമാരനും എന്നെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനായി കോടി കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനി ഗിരീഷ് എന്നാണ്. വെള്ളറടയിൽ നിന്ന് വരുന്നു. മോൻ്റെ പേര് അഫിരാമാണ്. എൻ്റെ സാക്ഷ്യം, എൻ്റെ മോൻ BSc നേഴ്സിംഗ് പഠിച്ച് ഓരോ വർഷവും 4ാമത്തെ വർഷം ഇപ്പം മെനങ്ങാന്ന് റിസൾട്ട് വന്നു. അവൻ റിസൾട്ട് വരുമ്പോൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മയോടും തിരുകുമാരനും കൂടി ഈ കഴിഞ്ഞ മാസവും വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് മെനങ്ങാന്ന് എൻ്റെ മോന് റിസൾട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ. ഓരോ വർഷവും പരീക്ഷ എഴുതുമ്പോൾ അവന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. പഠിക്കണതൊന്നും മറന്നു പോകുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു മോൻ്റെ പരീക്ഷ, മോൻ്റെ കൂടെ ഇരുന്ന് മാതാവ് അടുത്ത് ബെഞ്ചിലിരുന്ന് ഹാളിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ ഉത്തരവും മോന് അമ്മ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തുമായിരുന്നു. ഇന്ന് മെനങ്ങാന്ന് റിസൾട്ട് വന്നു. ഒരു ജയിക്കേണ്ട മാർക്കിന് വേണ്ടി ഞാൻ ഓരോ വർഷവും അമ്മയോട് ചോദിക്കുമ്പോഴും ഓരോ വർഷവും അവന് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും കൊടുത്ത് എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അവനെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ. ഒരു വർഷവും അവന് ഒരു പേപ്പർ പോലും പോവാതെ അവൻ കൂടെ ഇരുന്ന് അമ്മ അവനെ പഠിപ്പിച്ചു. ഓരോ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉടമ്പടി തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടാനും ഉടമ്പടി ഉപ്പ്, തേന്, മാതാവിൻ്റെ ലോക്കറ്റ് എല്ലാം കൊണ്ടുപോയി അവൻ പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതിൻ്റെ ഫലം എൻ്റെ മാതാവ് അവന് കൊടുത്തു. അതുപോലെ ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് 1 വർഷത്തോളമായി. ആക്സിഡൻറ്റിൽ സ്കൂട്ടിയിൽ പോയിടത്ത് തെറിച്ച് വീണ് തലയടിച്ച് ഓർമ്മയൊന്നും ഇല്ലാതായി. മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പോറൽ പോലും, വേറെ ഒരു ബ്ലഡിൻ്റെ ഒരു അംശം പോലും എൻ്റെ ശരീരത്തിന് പോവാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 2 ആഴ്ച മരുന്ന് കഴിക്കാൻ അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് തന്നത് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. വീണ്ടും ENT ഡോക്ടറെ കൊണ്ട് കാണിച്ച് മെഡിസിൻ 3-4 ദിവസം കഴിച്ചു. എന്നിട്ട് എനിക്ക് വയറിന് പ്രശ്നമായതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ തലചുറ്റലും ഛർദിലും കൊണ്ട് എനിക്ക് ഒരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അമ്മയുടെ മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ, അമ്മയുടെ ഉടമ്പടി തൈലം ഞാനിത് വിശ്വാസത്തോടെ ഞാൻ പുരട്ടെയാണ്. എനിക്ക് അമ്മ മാതാവ് ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് എനിക്ക് മാറ്റണ്ട, എനിക്ക് അമ്മയുടെ ഉപ്പും തേനും ഉടമ്പടി തൈലവും മതി എനിക്ക് മരുന്നെന്ന് പറഞ്ഞ് ദിവസവും ഞാൻ 2 നേരം ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി, തലയുടെ ഭാഗത്ത്, ഇടിച്ച ഭാഗത്തെല്ലാം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് ഇന്ന് 1 വർഷത്തോളം ആകാൻ പോകുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അമ്മയോട് ഞാൻ ചോദിക്കുമ്പോഴും അമ്മ അത് സങ്കടത്തോടെ, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉത്തരം നൽകുന്നു. അതുപോലെ ഇനി എൻ്റെ മോന് ഒരു പ്രാക്ടീസിന് വേണ്ടി കയറാൻ ഒരു ആശുപത്രി ഏതാണ് അമ്മയ്ക്കും തിരുകുമാരനും ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതും എൻ്റെ മാതാവ് നടത്തിത്തരും, അത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഈ 2022 മെയ് മാസം 3-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനും എൻ്റെ മക്കളെ വിശ്വാസത്തിലോട്ട് വളർത്തുവാനും എനിക്ക് സാധിച്ചു. ഇന്നും അവരും ഞാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരോ പുണ്യപ്രവർത്തികൾ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും എൻ്റെ മക്കളും അത് ചെയ്യാൻ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയവരെ. അതുപോലെ ഞാനും എൻ്റെ മൂത്ത മകനും ആദ്യമായി കൃപാസനത്തിൽ വന്നപ്പോൾ വഴിയറിഞ്ഞൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറി ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഉടമ്പടി എന്താണ്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇന്ന് കാണുന്ന ഈ കൃപാസനല്ല, 4 വർഷത്തിന് മുമ്പേ അന്ന് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അത് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ എന്തും വരട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഇത് തരുകയും ചെയ്യും. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം ചെയ്തു. പോയിട്ട് ഇന്ന് ചോദിച്ച് ഞാനും എൻ്റെ മോനും വന്ന ഇന്ന് 100 പേരെ വരെ 2 വലിയ ബസ്സിൽ വരെ എനിക്ക് മാസം തോറും കൊണ്ടുവരാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കൊണ്ടുവന്ന ഓരോരുത്തർക്കും അവരവരെ എല്ലാ ആവശ്യങ്ങളും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം അവർ സാധിച്ച് ഇവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ എന്നിൽ കൂടി ഈ ഇത്രയും എൻ്റെ വെള്ളറട, എൻ്റെ സ്ഥലത്ത്, എൻ്റെ ഏരിയയിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് ഞാനാണ്. അത് എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്.
അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനും മോനും കൂടെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് തിരിച്ച് അടുത്ത മാസം 15 പേര് വരുന്ന ബസ്സിൽ പിന്നെ 25 പേരായി, പിന്നെ ഇപ്പോൾ 100 പേര് 2 ബസ്സിൽ വരെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഞാനിവിടെ വന്നിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളെല്ലാവർക്കും നിങ്ങൾ വയ്ക്കുന്ന നിയോഗങ്ങളെല്ലാം അമ്മ മാതാവ് സാധിച്ചു തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് പൊതിച്ചോറ് ഓരോ വീട്ടിൽ നിന്ന് 5 പൊതി 2 പൊതി അങ്ങനെ വാങ്ങി 50 പൊതി ഊണൊക്കെ ഞങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രി, പാറശാല താലൂക്ക് ആശുപത്രി ഇവിടെയൊക്കെ കൊണ്ടുപോകും. പിന്നെ അതുപോരാതെ ഞാൻ എൻ്റെ കൈ കൊണ്ട് 10 പേർക്കെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ 10 പൊതി ഇല്ലെങ്കിൽ 2 പൊതി ഊണെങ്കിലും കൊണ്ടുപോയി എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരന് സാധിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ ഈ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് അവർക്ക് ഉടമ്പടി തൈലം, തേന്, ഉപ്പ്, കാശ് രൂപ ഇതെല്ലാം കൊണ്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാതാവിനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഓരോരുത്തരും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ കാണിക്കകൾ തന്നുവിടുവാനും അവർക്ക് വരണമെന്ന് ആഗ്രഹം പറയുന്നവരും ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും ഓരോ മാസവും ഞാൻ വരുന്ന വണ്ടിയിൽ ഒരാൾ പോലും പുതിയ ഉടമ്പടിക്കാരില്ലാതെ വരുന്ന മാസങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, അമ്മ മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി. ചിലവർ വിചാരിക്കും എനിക്ക് 2 മാസമായിട്ട് നടക്കുന്നില്ല കാര്യം, 3 മാസമായിട്ട് നടക്കുന്നില്ലെന്ന്. നടക്കും. അമ്മ മാതാവ് നമ്മൾ പ്രാർത്ഥന 20 മിനിറ്റ്, അച്ഛൻ ഇവിടെ പറയാറുണ്ട് 20 മിനിറ്റ് പ്രാർത്ഥനയും 20% പ്രാർത്ഥനയും 80% വന്നിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാണെന്ന്. അതാണ് നമ്മൾ കാരുണ്യം. അടുത്തവരെ വിശപ്പറിയുക, അടുത്തവരെ അസുഖത്തിൽ നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റൂല, എന്നാലും ഞങ്ങൾക്ക് പോയി അവരെ കണ്ട് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ കയ്യിലുള്ള മരുന്നെന്ന് പറയുന്ന ഉടമ്പടി തൈലം, ഉപ്പ്, കാശ് രൂപം, തേന് ഇതൊക്കെ അവർക്ക് കൊടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് അവരെ സങ്കടത്തിൽ പങ്കുചേർന്ന് നമ്മൾ അവരെ കൂടെ നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് തരുന്നതിനെയും കാട്ടി പെട്ടെന്ന് അവർക്ക് അനുഗ്രഹം കൊടുക്കും. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അമ്മ മാതാവ് ഇനിയും ഓരോ നാട്ടിലും ഇനി അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. വിനി എന്ന ഈ അമ്മ മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് 2ാമത്തെ തവണയാണ്. വിനിക്ക് തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാനാണ് ഈ സാഹചര്യം ഏറ്റുപറയുന്നത്, ഉപയോഗിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ ലജ്ജിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം മകൻ്റെ BSc നഴ്സിങ്ങിലൂടെ മകന് ഉള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു. മകൻ അടുത്തു തന്നെ ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. അമ്മ കൃത്യമായി മക്കളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, അമ്മ നിങ്ങളെ കൈവിടുകയില്ല എന്ന്. മകൻ്റെ BSc എക്സാമിനുള്ള എല്ലാ പ്രതിസന്ധികളെയും ഈ അമ്മ വളരെ നന്നായി അമ്മയെയും ഈശോയെയും എങ്ങനെ കൂട്ടുപിടിക്കണം, അവരെങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത് എന്നെല്ലാം അമ്മ കൃത്യമായി പഠിപ്പിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതുകൂടാതെ ഈ അമ്മയ്ക്കൊരു ഇയർ ബാലൻസ്, വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ശരീരത്തിൽ പോറലുകളൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇയർ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ മരുന്ന് കഴിക്കാതെ തന്നെ പരിശുദ്ധ അമ്മയിലുള്ള വലിയ ശരണത്തിൽ ഈശോ വളരെ പെട്ടെന്ന് മരുന്നിൻ്റെ യാതൊരു സഹായവും കൂടാതെ മകൾക്ക് സൗഖ്യം നൽകിയെന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എന്താണെന്ന് ഈ മകളുടെ വാക്കിൽ തന്നെ ഒരു ഡെഫിനിഷൻ പറയുകയാണ്. അതൊരു വലിയ മഹാസമുദ്രമാണ്. ഉടമ്പടിയെക്കുറിച്ച് പിച്ച വെച്ച് നടന്ന് യൂട്യൂബിലൂടെ ഈ മകൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് എപ്പോഴും കഴിഞ്ഞ 28-ാം തീയതി, ഇന്ന് 8-ാം തീയതിയാണ്, വളരെ ചുരുക്ക ദിവസത്തിൽ തന്നെ ഒരുപാട് മക്കളെ, 100-ലധികം മക്കളെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനും പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുവാനുമുള്ള വലിയ ഉത്സാഹത്തെക്കുറിച്ചാണ് ഇന്ന് ഈ മകൾക്ക് പറയാനുള്ളത്. ഈശോയ്ക്ക് ഉണ്ണാനും ഉടുക്കാനും അവരെ ചെന്ന് കാണാനും ആശ്വസിപ്പിക്കുവാനും ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഈശോയെ സന്ദർശിക്കുന്ന ഒരു വലിയ ആസ്തി ഇന്ന് ഈ മകൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മയും മകളെ കൈപിടിച്ച് നടത്തുന്നതിൻ്റെ വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരുപാട് മക്കളെ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരുവാനും ഈശോയെ അനുഭവിക്കുവാനും അറിയുവാനും അവരെ ആഴപ്പെടുത്തുവാനുമുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്താനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ മകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിനിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപ
ദമ്പതികൾക്കും നല്ല ഒരു കൈയടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.